ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മെൽവിനാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാധനമാണ്. എന്തെന്നല്ലേ, ചിക്കൻ ബാർബിക്യൂ ഗ്രിൽഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് അവനെ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമുക്ക് ഒരാളെ പരിചയപ്പെടാണ്ട്. ഇത് മെറിൻ വൈഫാണ്. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആള് കൂടെ കൂടിയിട്ടുണ്ട്. ആളുടെ റെസിപ്പിയാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചിക്കൻ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഒരു 1,200 ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ മിക്സാക്കി വെച്ചിട്ടുള്ളതിൽ ഇത് കണ്ടോ, ഇതിലെ നമ്മൾ പല സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടിയിട്ട് ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയാണ്. 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില അത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറുനാരങ്ങ, പിന്നെ ഒരു 2 കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര്. ഇതെല്ലാം കൂടി നമുക്ക് ഇനി മിക്സ് ആക്കണം. അപ്പോൾ തൈര് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ തൈര് നന്നായിട്ട് അങ്ങോട്ട് പിടിപ്പിക്കുക, നന്നായി ഉള്ളിലേക്കൊക്കെ ഇറക്കി. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ് ആവും ചിക്കൻ. പിന്നെ ചിക്കൻ്റെ നമ്മൾ നന്നായി ഫോർക്കൊക്കെ വെച്ച് നന്നായി കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് നല്ലതായി മസാല കയറും. മസാല കയറിയാൽ അതിൻ്റെ ശരിക്കൊരു ടേസ്റ്റ് അങ്ങോട്ട് വരുള്ളൂ. നന്നായി വരയുക അതൊന്നും കുഴപ്പമില്ല. നമ്മളിപ്പോൾ കടയിൽ വിൽക്കാനെന്നല്ലല്ലോ ഈ സാധനം പോണ്, നമ്മൾ കഴിക്കാനല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് നോക്കണ്ട. നന്നായി വരയുക, അതേപോലെ നന്നായി കുത്തി കുത്തി ഹോളിടാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്യാണ്. നേരത്തെ മിക്സാക്കി വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാ സാധനങ്ങളുള്ള അത് ഇതിലേക്ക് ഇടുക, ഫുള്ളിടുക. അതിനുശേഷം വെളുത്തുള്ളി ആഡ് ചെയ്യാം. അതേപോലെ ഇഞ്ചി, ആ നേരത്തെ ഉള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അരയാൻ ബുദ്ധിമുട്ടാവും. അത് ആഡ് ചെയ്തു. അതേപോലെ തന്നെ മല്ലിയില, നാരങ്ങ പിഴിയണം. അപ്പോൾ നാരങ്ങ അല്ലാതെ അങ്ങോട്ട് പിഴിയാം. 2 നാരങ്ങ നമ്മൾ എടുത്തിട്ടുള്ളത്. നാരങ്ങയ്ക്ക് പിഴിയണോടുകൂടി നമ്മൾ ചിക്കന് സോഫ്റ്റാക്കി, തൈര് ഇതൊക്കെ ചിക്കന് കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാനായിട്ട് ഇതാണ്. ഞങ്ങൾ മുന്നത്തെ പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് പരീക്ഷിച്ച് സക്സസ് ആയതിനു ശേഷമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇറക്കണത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു പരീക്ഷണം അല്ലത്. മുന്നേ നല്ല സോഫ്റ്റ് ആയിരുന്നു, അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു സാധനം. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ നന്നായി അരയും ശരിക്കും. വെള്ളത്തിന് പകരം നമ്മൾ ചെറുതായിട്ട് വെളിച്ചെണ്ണ. അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക, അത് അടിപൊളിയായിരിക്കും. അത് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല സൂപ്പറായിരിക്കും. ഇനി അത് നമുക്ക് മിക്സിയിൽ വെച്ചുകൊണ്ട് അടിച്ച് നല്ല കുട്ടപ്പനാക്കാം. അപ്പോൾ മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഇതിലാണ് ചേർത്തിട്ടുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപ്പിടാൻ മറന്നു എന്ന് വിചാരിക്കരുത്. ഉപ്പ് നമ്മൾ ഇതിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് നന്നായി അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. ഉള്ളിലൊക്കെ അങ്ങോട്ട് കയറട്ടെ നന്നായിട്ട്. അതിലൊരു ദാക്ഷിണ്യം വിചാരിക്കണ്ട, നന്നായി തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ആ വരഞ്ഞിട്ടുള്ള ആ വരയിലൊക്കെ നന്നായി കയറണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും നമ്മൾ നന്നായി തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മസാല എല്ലാം അടിപൊളിയായിട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. കാണാം മസാല ഒരു കഴിഞ്ഞു. നമ്മൾ ബാക്കിയൊന്നുമില്ല, അല്ലാതെ നമ്മൾ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്.
നമ്മളിത് ഉച്ച തിരിഞ്ഞിട്ടാണ് ഈവനിങ് ടൈമിലാണ് നമ്മൾ ഗ്രിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് അധികം നേരം വെക്കുക അത്രയും നല്ലതാണ്. വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മളൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഉണ്ടാക്കണേക്കാൾ ഒരു 2 മണിക്കൂർ മുന്നേ അത് പുറത്തേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ നന്നായിട്ട് വിടും. അപ്പോൾ നമ്മുടെ ഗ്രില്ലിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാധനങ്ങളൊക്കെ റെഡിയാണ്. ഇവിടെ സ്റ്റാൻഡ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ കരി ഞാൻ മേടിച്ചതിരിക്കുന്നുണ്ട്, മുന്നേ വാങ്ങിച്ചത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സമയം കളയണ്ട. ഇപ്പോൾ ചാർക്കോൾ നമ്മളിലേക്ക് ഇടുകയാണ്. നമുക്ക് അധികം പീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഏരിയയിലേക്ക് വേണ്ടി മാത്രമാണ്. ചിലതിൻ്റെ ഒരു 3/4 ഭാഗം എനിക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നുവെച്ചാൽ ഞാൻ മുഴുവൻ ഭാഗത്ത് ഞാൻ ഇത് വെക്കണില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി. നിങ്ങളിൽ കുറേ പീസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് വെക്കാം. ഇത് സ്റ്റാർട്ടറാണ്. നമ്മൾ തീ പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കണത്. നമ്മൾ കർപ്പൂരത്തിന് പകരം ഇത് ഉപയോഗിക്കണത്. അത് 3-4 കഷ്ണം പൊടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈസിയായി. നമുക്ക് കർപ്പൂരം എവിടെ നിന്ന് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കർപ്പൂരം ഉപയോഗിക്കണമായിരിക്കും കുറച്ചും കൂടിയും സുഖം. ഇതൊക്കെ ഇവിടെ അധികം വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് മതി, കർപ്പൂരം മതി. പിന്നെ ഇത് ഒരു പ്രാവശ്യം പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കേടുവന്നില്ല, നന്നായി കത്തിക്കോളും. നമ്മളത് കൂമ്പാരമായിട്ട് ഇട്ടാൽ മതി. അത് ഇപ്പോൾ നന്നായിട്ട് തീ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ് കിടക്കണതൊക്കെ നമ്മൾ മുകളിലേക്ക് പറക്കിയിട്ട് കൊടുക്കണം. അത് ഇടയ്ക്ക് ഈ പൊട്ടിത്തെറിക്കും ഈ കരി. അപ്പോൾ അതൊന്നും നോക്കണം. നമ്മളെ തൊട്ടടുത്ത് നിന്ന് നോക്കുമ്പോൾ കണ്ണിലേക്കൊക്കെ അത് പോകാൻ ചെറിയ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി അകലം പാലിക്കുക. ഇപ്പോൾ നന്നായി കത്തുണ്ട്, കുഴപ്പമൊന്നുമില്ല. എനിക്കിത് ഇതിൻ്റെ മുഴുവൻ ആവശ്യമില്ല. എന്നുവെച്ചാൽ ഈ ഏരിയ മൊത്തം എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു 3/4 ഭാഗം ഇതിൻ്റെ യൂസ് ചെയ്യണുള്ളൂ. അതനുസരിച്ചുള്ള കരിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് സാധനം ഉണ്ടെങ്കിൽ, ചിക്കൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫുള്ള് ഇതുപോലത്തെ ഫുൾ ഏരിയ ആക്കിയിട്ട് ഫുള്ള് പരത്താം. പിന്നെ നമ്മൾ ആ ഗ്രില്ലിൻ്റെ മീതെ നമ്മളൊന്ന് എണ്ണ തൊടണമെന്നല്ല, വെച്ചാൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഇപ്പോൾ കനലൊരു വിധം റെഡി ആയിട്ടുണ്ട്, സെറ്റാണ്. നല്ല ചൂട് വരുന്നുണ്ട്. നമുക്ക് കൈ വെച്ച് നോക്കി അറിയാൻ പറ്റും, നല്ല ചൂട് വരുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വയ്ക്കാം. ഗ്രില്ല് ചെറുതാണ്. ഞാൻ ഒരൊറ്റടിക്ക് എല്ലാം കൂടി വെക്കാനുള്ള പരിപാടിയാണ്. എന്നുവെച്ചാൽ അല്ലെങ്കിൽ പിന്നെ അതിന് സമയം മെനക്കെടാണ്. അപ്പോൾ ഇത് കൊള്ളുമെല്ലാം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെന്ന് മാത്രം. നമ്മൾ ചിക്കനൊക്കെ ഒരു ദിവസം മുന്നേ പ്ലാൻ ചെയ്ത് മസാല പരട്ടി വെക്കാൻ വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് പിടിക്കും. നമ്മളിപ്പോൾ 4 മണിക്കൂർ 1 മണിക്കൂറൊന്നുമില്ല. നമുക്ക് എത്രയും മുന്നിൽ വെക്കാൻ വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായി മസാല പിടിച്ചോളും. പിറ്റേ ദിവസം ആക്കിയാലും മതി. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടും. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പതുക്കെ അടയ്ക്കണം. നമ്മൾ തിരിച്ച് വെക്കുമ്പോൾ ഇതുപോലെ സ്ലിപ്പാവാണ്ട് നോക്കണം. എന്നുവെച്ചാൽ അതതിൻ്റെ തുമ്പത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പാവും. അപ്പോൾ നമ്മൾ തിരിച്ച് മറച്ച് വെക്കണ സമയത്ത് ആ സൈഡൊന്ന് പിടിച്ചിട്ട് വേണം നമുക്ക് എപ്പോഴും മറച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഇതങ്ങനെ ഒരു സൈഡിലിരിക്കാം. അപ്പോൾ തീ അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ കരിയാണ്ട് നോക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റിൽ മറച്ച് വെക്കണം. അപ്പോൾ സംഭവം അടുപ്പുമ്പോൾ കയറി. അത്യാവശ്യത്തിന് ചൂടുണ്ട്. കുറച്ച് ടൈറ്റായിരുന്നു അത് വെക്കാനായിട്ട്. എന്നുവെച്ചാൽ പീസിന് നല്ല വലുപ്പമുണ്ട്. ഞാൻ ഒറ്റടിക്ക് എല്ലാം കൂടി ഇതിൽ കയറ്റി. അപ്പോൾ അടയ്ക്കാൻ കുറച്ച് ടൈറ്റായിരുന്നു. ഇത് നമ്മളൊരു 5 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചും മറിച്ചും വെക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ വെച്ചിട്ട് പോകും, കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഒരു സൈഡ് കരിയും. മാറ്റി വെക്കാൻ വെച്ചാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും സാധനം കഴിക്കാനായിട്ട്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് വീശി കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ നന്നായി തീ വരും. അപ്പോൾ നമ്മളൊരു സൈഡ് മറച്ച് വെച്ചു. ഇങ്ങനെ മറിച്ച് വെക്കണം. മറിച്ചും തിരിച്ചായിട്ട് വെക്കണം. അല്ലെങ്കിൽ കറക്റ്റ് വേവ് ആവില്ല, ഒരു സൈഡ് കരിയാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ കിടന്ന് ചെറുതായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് കനലുണ്ട്. തിരിച്ചും മറിച്ചും വെക്കുന്നുണ്ട്, കാരണം കരിയണോ പ്രശ്നമൊന്നുമില്ല.
ഇത് നന്നായി വെന്ത് കഴിഞ്ഞൊരു പ്രത്യേക ഒരു സ്മെല്ല് വരും. ഓ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. അപ്പോൾ അത് വന്ന് നമുക്ക് മനസ്സിലാക്കാം സംഭവം ഓൾറെഡി സെറ്റായി എന്നുള്ളത്. ഇപ്പോൾ നല്ല വേവായിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാനുള്ള പാകമായി തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. വേവൊക്കെ കറക്റ്റാണ്. കുത്തി നോക്കി നമ്മളൊരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് കുത്തി നോക്കി അറിയാൻ പറ്റും. നന്നായി പെട്ടെന്ന് താഴ്ന്നു പോകണ്ടെങ്കിൽ അത് വെന്തു നടത്താം. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് എടുക്കാം. മസാലയുടെ മണം ശരിക്കും മൂക്കിൽ കടിച്ചങ്ങോട്ട് കയറുന്നുണ്ട്. കളറും കാശ്മീരി ചില്ലി പൗഡർ കുറച്ചധികം ചേർക്കുക വെച്ചാൽ നമുക്ക് കളറ് കൂട്ടണമെങ്കിൽ കൂട്ടാം. അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ. എരി കുറവില്ല, അതിന് എരി കുറവല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ പതുക്കെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെക്കാം. ഇത് മുഴുവൻ തിന്ന് തീർക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അതിലും വലിയ ഒരു വിഷമം. അത് ചൂടല്ലേ, അപ്പോൾ ചിക്കനും ചൂടാ. വലിയ കുഴപ്പമില്ല, സംഭവം ഉഷാറായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു സ്റ്റൈലുണ്ട്. കൊള്ളാം, കരിഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം അടിപൊളി, സൂപ്പർ. അപ്പോൾ നമ്മുടെ ഗ്രില്ലിംഗ് ഒക്കെ കഴിഞ്ഞു, സംഭവമൊക്കെ റെഡിയായി. ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് സബോള വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്നാൽ ഓക്കെ, ബൈ ബൈ.